മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴുമൊക്കെ ഈ രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. വായുവും വെള്ളവും കഴിഞ്ഞാൽ രോഗങ്ങൾ പടരുന്നതിനുള്ള ഏറ്റവും വലിയ സാധ്യത നമ്മുടെ കൈകളാണ്. ലോകത്ത് ശിശുമരണ നിരക്ക് കൂടുന്നതിന് കാരണമായ അസുഖങ്ങളാണ് വയറിളക്കവും ന്യൂമോണിയയും. കൈകൾ ശരിയായി കഴുകുന്നതിലൂടെ ഈ രോഗങ്ങൾ മൂലമുള്ള ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ കഴിയും. കൈകഴുകൽ ശീലം പ്രചരിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനമായി ആചരിക്കുന്നു. 2008 ഇത് ആരംഭിച്ചത്. എന്റെ സ്കൂളിലും ഈ വർഷം കൈകഴുകൽ ദിനം കുട്ടികളായി ഞങ്ങൾ കൈകഴുകിക്കൊണ്ട് ആചരിച്ചു. ശരിയായി കൈ കഴുകിയാലേ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. 20 സെക്കൻഡെങ്കിലും സോപ്പ് കളിപ്പിച്ച് കൈയുടെ എല്ലാ വശങ്ങളും വിരലുകൾക്കിടയിലും ശരിയായി കഴുകണം. സോപ്പില്ലാതെ ഒഴുക്കുള്ള വെള്ളത്തിൽ അമർത്തി കഴുകിയാലും അഴുക്കുകൾ പോവും. എന്നാൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പും കക്കൂസിൽ പോയ ശേഷവും കൈകൾ നിർബന്ധമായും സോപ്പിട്ട് കഴുകണം. കൈകൾ ചുമ, തുമ്മൽ, ചെങ്കണ്ണ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകണം. ചുമയോ തുമ്മലോ ഉള്ളപ്പോൾ ഒരു തുവാല ഉപയോഗിക്കുന്നത് ശീലമാക്കണം. കൈകൾ വൃത്തിയാക്കി വെക്കുക എന്നത് നാം ജീവിതചര്യയായി കരുതണം. ഈശ്വരനെ സേവിക്കാനായുള്ള അനേകം മാർഗങ്ങളിൽ നിന്ന് ഗാന്ധിജി തെരഞ്ഞെടുത്തത് ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും വഴികളായിരുന്നു. വ്യക്തികൾ ശുചിത്വമുള്ളവരായാലേ ശുചിത്വമുള്ള സമൂഹം ഉണ്ടാകും. ശുചിത്വമുള്ള സമൂഹ സൃഷ്ടിക്കായി ശുചിത്വമുള്ള കൈകൾ നമുക്ക് ചേർത്ത് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Note number 8.